അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ വാട്ടർ ലൈനിൽ നമ്മൾ വെള്ളം നല്ല ലീക്കേജാണ്. ലീക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറമെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ വാൽവ് തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിശക്തിയായി വെള്ളം താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 അടിയോളം താഴ്ചയിലാണ് ഇത് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക, അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അതായത് ഈ ഒരു ലൈന് എവിടെയാണ് ലീക്ക് എന്ന് തോണ്ടി കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച്, അതായത് വെളിയിലൊരു ടാപ്പ്, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ലൈന്, ഈ ഒരു ലൈനിലേക്കാണ് വാട്ടർ ലൈൻ പ്രധാനമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മേലെ കൂടെ ഓപ്പണായിട്ട് ചെയ്യുന്നത്. ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് താഴോട്ടുള്ള ലൈന് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റി മുകളിലോട്ട് എങ്ങനെയാണ് ഈ ഒരു ജസ്റ്റ് അത് പല മണ്ണിനടിയിൽ പൈപ്പ് വരാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ മുകളിൽ തന്നെ അത് സെറ്റ് ചെയ്ത് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് മേലെ അറിയാനും സാധിക്കും. അപ്പോൾ പല വീടുകളിലും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റിന് ഇപ്പോൾ പലരുടെയും സംശയം എന്ന് പറഞ്ഞാൽ പക്ഷേ പൈപ്പ് പൊട്ടുവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കൂടുതലും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റിംഗ്സ്, അതായത് എൽബോ 40 പിടിക്കാനും ഫിറ്റിംഗ്സ് ആയിരിക്കും കൂടുതൽ. പിന്നീട് ഭയങ്കര ദോഷമായിട്ട് ലോഡ് പിടിക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം താഴേക്കുള്ള മണ്ണ് കയറാത്ത സ്ഥലങ്ങൾ അടിയിലുള്ള 15 സെന്റിമീറ്റർ താഴ്ചയിൽ മാത്രമേ ഈ ലോഡ് വാട്ടർ ലൈൻ ഒരു കാരണവശാലും മണ്ണിലാണ് ഒരുപാട് താഴ്ത്തിയിടാം. അപ്പോൾ നമ്മളിത് നല്ലതല്ല. അപ്പോൾ നമ്മൾ പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യമുള്ള ഏതൊക്കെ ഭാഗത്തോട്ടാണ് ഈ വാട്ടർ ലൈൻ പോയിരിക്കുന്നത് ആ ഭാഗത്തോട്ട് നമുക്ക് ലൈൻ കട്ട് ചെയ്തിട്ട് വെളിയിൽ കൂടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലീക്കേജുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഒരു വാൽവ് കാണാൻ സാധിക്കും. ആ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ വാൽവ് തുറക്കുക. അപ്പോൾ അതിശക്തിയായി വെള്ളം താഴേക്ക് പോകുന്നത് നമുക്ക് ജസ്റ്റ് ചെവി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം താഴേക്ക് പോകുന്നത് കേൾക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വാൽവ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും അതിശക്തിയായിട്ട് വെള്ളം താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ ലൈനുകളൊന്നും ഉപയോഗിക്കാത്ത ടൈമിലായിരിക്കണം നമുക്കിങ്ങനെ ചെയ്ത് നോക്കേണ്ടത്. അപ്പോഴേ എവിടെയാണോ പൊട്ടലുള്ള ഭാഗത്ത് ആ ഭാഗത്തുള്ള വെള്ളം പോയതിന് ശേഷം നമ്മൾ വീണ്ടും വാൽവ് തുറക്കുമ്പോൾ ആ പൈപ്പിനകം ഫില്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എവിടെയെങ്കിലും പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് മേലെക്കൂടെയാണ്, ചിലപ്പോൾ മേലെക്കൂടെയാണെങ്കിലും ഈ ചെറിയ, അതായത് ഒരു 6 ഇഞ്ച് താഴ്ചയിലായിരിക്കും പൈപ്പ് ഇട്ടിരിക്കുന്നത്. മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുമ്പോൾ മുകളിലോട്ട് വെള്ളം വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം ഇത് കുഴിച്ച് അതിൻ്റെ പൈപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ എൻഡിആർ ചെയ്തിട്ട് അത്രയുള്ളൊരു സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓരോന്നായിട്ട് വാൽവ് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് 1 ഇഞ്ച് പൈപ്പാണ്. 1 ഇഞ്ച് പൈപ്പ് മെയിൻ ബ്രാഞ്ച് ലൈനായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് 3/4 ഇഞ്ച് ലൈനായിട്ട് ഒന്ന് ഈ കാണുന്ന വാഷിംഗ് മെഷീൻ്റെ ടാപ്പും ഒന്ന് ഈ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ടാപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ടാപ്പുകളും പിന്നെ ഈ ഒരു മറു സൈഡിലായിട്ട് ഒരു ബാത്റൂമിൻ്റെ പോയിൻറ്റും, അതൊരു 3 പോയിൻറ്റുകളാണ് വരുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു ഇത്തരത്തിലൊരു 1 ഇഞ്ച് പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 4 ഇഞ്ച് പൈപ്പ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 40 ആയിട്ട് സൈഡിലോട്ട് ഒതുക്കിയാണ് ഇത് എടുക്കുന്നത്.
ഇവിടെയാണ് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈന് വരുന്നത്. അപ്പോൾ ഈ ലൈൻ താഴോട്ടുള്ള ലൈന് പൂർണ്ണമായും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിലോട്ടാണ്, അതായത് ഈ ടീ ഇട്ട് ബുഷ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ലൈനിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വേറൊരു ലൈന് കാണാൻ സാധിക്കും, ഇപ്പർ സൈഡ് ഒരു 1 ഇഞ്ച് ലൈന്, പമ്പിങ് ലൈനാണ്. അത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. പമ്പിങ്ങിന് വേറെ പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ലാത്തത് കൊണ്ട് അത് ആ രീതിയിൽ തന്നെ പോകുന്നു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് ടീ ഇട്ട് അതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് മറു സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലോട്ടൊരു ബാത്റൂമുണ്ട്, ആ ബാത്റൂമിലേക്ക് ലൈന് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 പൈപ്പുകൾ കാണാൻ സാധിക്കും. ഈ ഒരു അതായത് റൈറ്റ് സൈഡിലുള്ള ഒരു പൈപ്പാണ്, മറ്റത് പമ്പിങ് ലൈനും, മറ്റത് ആണ് നമ്മൾ നേരത്തെ കണ്ട ആ പൊട്ടിപ്പോയി എന്ന് പറയുന്ന ആ ഒരു പൈപ്പ്. ആ ഒരു പൈപ്പ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ വളരെ താഴ്ചയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങോട്ടുള്ള വെളിയിലാണ്, അതായത് വളരെ താഴ്ചയില്ലാത്ത ഭാഗങ്ങളിലാണ് നമുക്കത് പൈപ്പ് അത് ലീക്കേജ് ഉണ്ടായി തന്നെ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലൈനിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലുള്ള പൈപ്പുകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഈ ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു. വർക്ക് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.